So hello guys, welcome back to my channel Techy. അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്നൊരു വീഡിയോ എടുക്കുകയാണ്. എല്ലാവരും അറിഞ്ഞാണ് കുറച്ച് ദിവസം മുമ്പേ നമ്മുടെ റൈസൻ്റെ 5000 സീരീസ് പ്രോസസ്സർ റിലീസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇന്ത്യൻ പ്രൈസും അതിൻ്റെ റിലീസ് ഡേറ്റും ഒക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സേഴ്സിൻ്റെ ഇന്ത്യൻ പ്രൈസും ബാക്കി ഡീറ്റെയിൽസ് പറയാനാണ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ റൈസൻ 5000 സീരീസ് ഇപ്പോൾ 4 പ്രോസസ്സേഴ്സാണ് ഇറക്കുന്നത്. Ryzen 5 5600X, Ryzen 7 5800X, Ryzen 9 5900X, പിന്നെ Ryzen 9 5950X. 4 പ്രോസസ്സേഴ്സാണ് ഇറക്കുന്നത്. ഇപ്പോൾ Ryzen 5 5600Xൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 22,990 ആണ്. ഇത് GST ചേർക്കാതെയാണ് ഈ റേറ്റ് പ്ലസ് ഇതിൻ്റെ 18% GST കൂടെ ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പം അടുത്ത പ്രോസസ്സർ എന്ന് പറയുന്നത് Ryzen 7 5800X എന്ന പ്രോസസ്സറാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 34,490. ഈ പറയുന്ന റേറ്റുകളെല്ലാം GST ചേർക്കാതെയാണ്. നിങ്ങൾ റേറ്റ് കൂട്ടുമ്പോൾ ഇതിൽ 18% GST കൂടി ചേർത്ത് വേണം ഇതിൻ്റെ റേറ്റ് കണക്കാക്കാൻ. പിന്നെ ഒരു കാര്യം, ഇന്ന് മുതൽ ഇതിൻ്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ എൻ്റെ സൈറ്റിൽ കയറി ബുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ വേണ്ടത്ര ഗീക്ക് ബോക്സ് അവരെ കോൺടാക്ട് ചെയ്തതിന് അവിടെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ അടുത്ത പ്രോസസ്സർ എന്ന് പറയുന്നത് Ryzen 9 5900X ആണ്. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 41,900 ആണ്. അടുത്തത് Ryzen 9 5950X. അതിൻ്റെ റേറ്റ് വരുന്നത് 60,990 ആണ്. അതാണ് ഈ റേഞ്ചിൽ ഏറ്റവും വിലക്കൂടിയ പ്രോസസ്സർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് Ryzen 5 വരുമ്പോൾ 6 കോറും 12 ത്രെഡുമാണ് ഇതിൽ വരുന്നത്. പിന്നെ ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് മാക്സിമം 4.6 GHz വരെയാണ് വരുന്നത്. അടുത്ത് Ryzen 7 വരുമ്പം ഇതിൽ 8 കോറും 16 ത്രെഡുമാണ് വരുന്നത്. അപ്പോൾ 4.7 GHz ആണ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത്. പിന്നെ Ryzen 5ൻ്റെ ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത് 35 ആണ്. Ryzen 7 5800Xൻ്റെ 36 MB ആണ്. Ryzen 9 5900 എന്ന് പറയുന്നത് 12 കോറും 24 ത്രെഡുമാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് 4.8 GHz ആണ്. 70 MB ക്യാഷ് മെമ്മറി ഉണ്ട്. പിന്നെ Ryzen 9 5950X എന്ന് പറയുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് 16 കോറും 32 ത്രെഡും വേണ്ടിയുള്ള പ്രോസസ്സറാണ്. 4.9 GHz ആണ് ക്ലോക്ക് ടൈം. ബൂസ്റ്റ് ക്ലോക്ക് ടൈമാണ് പറയുന്നത്. 72 MB ആണ് ക്യാഷ് മെമ്മറി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബെഞ്ച് മാർക്കിങ് കഴിഞ്ഞപ്പോൾ നമ്മുടെ Ryzen 5 5600X അതിൽ ഏറ്റവും വില കുറഞ്ഞു വരുന്നത് നിങ്ങൾക്കൊരു 55, 60, 70 ആ റേഞ്ച് 60,000 70,000 ആ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് പീസ് ബിൽഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് Ryzen 5 5600X എന്ന് പറയുന്ന പ്രോസസ്സർ വെച്ച് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാവുന്നതായിരുന്നു. നല്ലൊരു പ്രോസസ്സറാണ്. അതിൻ്റെ ബെഞ്ച് മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് ഇന്റലിൻ്റെ കോർ i9 10th ജനറേഷൻ പ്രോസസ്സറായ i9 10900K എന്ന് പറയുന്ന പ്രോസസ്സറുമായിട്ടാണ് ഇത് ബെഞ്ച് മാർക്കിങ് ടെസ്റ്റ് ചെയ്ത് നോക്കിയത് Ryzen 5 5600X. അപ്പോൾ കോർ i9 പ്രോസസ്സർ എന്ന് പറയുന്നത് എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് 548 ആണ് അതിൻ്റെ പോയിന്റ് വരുന്നത്. പക്ഷേ Ryzen 5 5600Xൻ്റെ 605 ആണ് എത്തിയിരിക്കുന്നത്. ഇത് ചെക്ക് ചെയ്തിരിക്കുന്നത് പറയുന്നത് സിംഗിൾ കോർ പ്രോസസ്സറിൻ്റെ പെർഫോമൻസ് ആണ്. അപ്പോൾ ഇന്റൽ എന്ന് പറയുന്നത് സിംഗിൾ കോർ പെർഫോമൻസിനാണ് എപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത്. അതാണ് ഇതിൻ്റെ ഇന്റലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. Ryzen ഇതുവരെ അതിൻ്റെ അത്ര സിംഗിൾ കോർ പെർഫോമൻസ് അതിൻ്റെ അത്ര എത്താൻ പറ്റിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ 5000 സീരീസ് എത്തിയപ്പോൾ കോർ i9 പ്രോസസ്സറായ 10900K പ്രോസസ്സറിനെ കടത്തി വെട്ടിയിരിക്കുകയാണ്. അപ്പോൾ അത് 50 സ്കോറിനേക്കാളും മേലെ പോയിന്റ് കൂടുതലാണ് കിട്ടിയിരിക്കുന്നത് Ryzen 5ന്. അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ നമുക്ക് Ryzen 5 5600X എന്ന് പറയുന്ന പ്രോസസ്സർ ഇത്
പവർഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഗെയിമിങ്ങിനും എഡിറ്റിങ്ങിനും ഒക്കെ പറ്റിയൊരു പ്രോസസ്സറായിരിക്കും ഇത്. നിങ്ങൾക്കൊരു ബഡ്ജറ്റ് പി സി ബിൽഡ് ചെയ്യാനാണെങ്കിൽ 5600X നിങ്ങൾക്ക് നല്ലൊരു ചോയ്സ് ആയിരിക്കും. ഇത് ഇപ്പോൾ ബിൽഡ് ചെയ്യാനല്ല, ഇത് ഒരു മാസത്തിനകം ബിൽഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണ് ഞാൻ ഇത് പറഞ്ഞത്. ഇപ്പോൾ ഇതിന്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ ഓൺലൈൻ സൈറ്റുകളിൽ കയറി നിങ്ങൾക്കിത് ബുക്ക് ചെയ്യാവുന്നതാണ്. അല്ല നിങ്ങൾ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്, നിങ്ങൾക്കിവിടെ ഗീക്ക് ബോക്സ് എന്നൊരു ഷോപ്പുണ്ട് PC ബിൽഡ് ചെയ്യുന്ന, അവിടെ ഇതിന്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെയും ചെന്ന് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു കാര്യത്തിനെ കുറിച്ച് പറയാനായിരുന്നു ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി എത്തുന്നതുവരെ ദിസ് ഈസ് അരവിന്ദ് സൈനിങ് ഔട്ട്.